ഹായ് JAIIB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഈ ഒരൊറ്റ ആശയം ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമുക്ക് ഈ വിശകലനത്തിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നറിയോ? ആദ്യം അക്കൗണ്ടിങ്ങിലെ ആ സുവർണ നിയമം, ദ ഗോൾഡൻ റൂൾ. പിന്നെ ഒരു കഥയുടെ രണ്ട് വശങ്ങൾ പോലെ ആസ്തികളും ബാധ്യതകളും. അതിനുശേഷം ഇതൊരു ബിസിനസ്സിലെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നതെന്ന് നമ്മളൊരു ഉദാഹരണത്തിലൂടെ കാണും. പിന്നെ വരുന്നത് ലാഭത്തിന്റെ മാന്ത്രികത, അതായത് പ്രോഫിറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് നോക്കാം. അവസാനം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, കീ ടേക്ക് അവേസ്. റെഡിയല്ലേ? ശരി, നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. സെക്ഷൻ 1, ദി ഗോൾഡൻ റൂൾ. അക്കൗണ്ടിങ്ങിലെ ഒരിക്കലും തെറ്റാൻ പാടില്ലാത്ത ഏറ്റവും സിമ്പിളായൊരു നിയമമാണിത്. അപ്പോൾ എന്താണൊരു ബാലൻസ് ഷീറ്റ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ സ്നാപ്ഷോട്ടാണ്. അതായത് ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു ബിസിനസ്സിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുണ്ടാവുക. ആ ബിസിനസ്സിന് എന്തൊക്കെ സ്വന്തമായുണ്ട്, അതിനെയാണ് നമ്മൾ ആസറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ആ ബിസിനസ് ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട്, അതാണ് ലയബിലിറ്റീസ്. ഇതാണ് ആ സുവർണ നിയമം. ആ നിയമം ഇത്രയുള്ളൂ: അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. ഒരു ബിസിനസ്സിന്റെ ആസ്തികൾ എപ്പോഴും അതിന്റെ ബാധ്യതകൾക്ക് തുല്യമായിരിക്കും. ഒരു സംശയവും വേണ്ട. ഇതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന തത്വം കൊണ്ട് ഉറപ്പാക്കുന്നത്. അതായത് നടക്കുന്ന ഓരോ ഇടപാടിനും തുല്യമായ രണ്ട് വശങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ ബാലൻസ് ഒരിക്കലും തെറ്റില്ല. ഇനി നമുക്ക് ഈ സുവർണ നിയമത്തിലെ രണ്ടു ഭാഗങ്ങളില്ലേ, അസറ്റ്സ്, ലയബിലിറ്റീസ്, അതിനെ കുറച്ചുകൂടി അടുത്തൊന്ന് പരിചയപ്പെട്ടാലോ? അതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ. ഈ ഒരു ആശയം മനസ്സിൽ വെച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ആണ്. അതായത് ബിസിനസ്സിലുള്ള പണം എവിടെയെല്ലാം ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന ലിസ്റ്റാണ് അസറ്റ്സ്. അതേസമയം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ്. അതായത് ഈ പണമെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് കാണിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ ഒന്ന് പണത്തിന്റെ വിനിയോഗം, മറ്റേത് അതിന്റെ ഉറവിടം. ഇനി അസറ്റ്സിനെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. പ്രധാനമായും 3 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ലിക്വിഡ് അസറ്റ്സ്, കയ്യിലുള്ള കാശ് പോലെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നവ. രണ്ടാമത്തേത് കറന്റ് അസറ്റ്സ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്നവ. ഉദാഹരണത്തിന് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്റ്റോക്ക്. പിന്നെ ഫിക്സഡ് അസറ്റ്സ്, ഫർണിച്ചർ, മെഷീനറി പോലെ ബിസിനസ്സിൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഇതുവരെ നമ്മൾ തിയറി പറഞ്ഞു അല്ലേ? ഇനി ഇത് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണണ്ടേ? നമുക്കൊരു സിമ്പിൾ ഉദാഹരണം നോക്കാം. ശ്രീമതി എ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നു. ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ ശരിയായി വരുന്നുവെന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഓക്കെ, ആദ്യത്തെ ഘട്ടം. ബിസിനസ് തുടങ്ങുന്നു. ശ്രീമതി എ 20,000 രൂപ മൂലധനമായി ബിസിനസ്സിൽ ഇടുന്നു. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്തു വന്നു? ക്യാഷ് വന്നു അല്ലേ? 20,000 രൂപയുടെ ക്യാഷ്. അതൊരു അസറ്റാണ്, റൈറ്റ്? അതേസമയം ഈ പണം ബിസിനസ് അതിന്റെ ഉടമയ്ക്ക് തിരികെ കൊടുക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് എസ് ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയായി മാറുന്നു. അപ്പോൾ നോക്കൂ, അസറ്റ്സിൽ 20,000 രൂപയുടെ ക്യാഷ്, ലയബിലിറ്റീസിൽ 20,000 രൂപയുടെ ക്യാപിറ്റൽ. പെർഫെക്റ്റ് ബാലൻസ്. ഇനി രണ്ടാമത്തെ ഇടപാട്. 5,000 രൂപയ്ക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങി. ഇവിടെ എന്താ സംഭവിച്ചത്? ഇതിനെ നമുക്കൊരു ആസറ്റ് സ്വാപ്പ് എന്ന് പറയാം. കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എന്ന ആസറ്റ് 5,000 രൂപ കുറഞ്ഞു. പകരം ഫർണിച്ചർ എന്ന പുതിയൊരു ആസറ്റ് 5,000 രൂപയ്ക്ക് ബിസിനസ്സിലേക്ക് വന്നു. മൊത്തം ആസ്തി ഇപ്പോഴും 20,000 തന്നെ. ബാധ്യതകളിലും ഒരു മാറ്റവുമില്ല. കണ്ടോ, ബാലൻസ് ഇപ്പോഴും കറക്റ്റാണ്. അടുത്ത സ്റ്റെപ്പ്, 10,000 രൂപയ്ക്ക് വിൽക്കാനുള്ള സ്റ്റേഷനറി സാധനങ്ങൾ, അതായത് സ്റ്റോക്ക് വാങ്ങുന്നു. ഇതും മറ്റൊരു അസറ്റ് സ്വാപ്പാണ് അല്ലേ? കയ്യിലുണ്ടായിരുന്ന ക്യാഷ് 10,000 രൂപ കുറഞ്ഞു. പകരം സ്റ്റോക്ക് എന്നൊരു പുതിയ അസറ്റ് 10,000 രൂപയ്ക്ക് കൂടി. അപ്പോഴും മൊത്തം ആസ്തികളും ബാധ്യതകളും 20,000 രൂപയിൽ ഒരു മാറ്റവുമില്ലാതെ തുല്യമായി നിൽക്കുന്നു. ഇതുവരെ നടന്നതൊക്കെ ഓക്കെ, ആസ്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പക്ഷേ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭം വേണ്ടേ, വളർച്ച വേണ്ടേ? അപ്പോൾ ലാഭം വരുമ്പോഴെന്ത് സംഭവിക്കും? നമ്മുടെ ഈ ബാലൻസ് തെറ്റുമോ? നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. ഇതാണ് ആ മാന്ത്രിക നിമിഷം. നമ്മൾ 10,000 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റേഷനറി 12,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 2,000 രൂപ ലാഭം കിട്ടിയല്ലേ? ഇനി ശ്രദ്ധിക്കൂ, ഈ 2,000 രൂപ ലാഭം ആർക്കുള്ളതാണ്? അത് ഉടമയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ലാഭം ഉടമയ്ക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യതയാണ്, ഒരു ലയബിലിറ്റിയാണ്. അതോടൊപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാഷും 2,000 രൂപ കൂടിയില്ലേ? അപ്പോൾ നോക്കൂ, ലയബിലിറ്റീസ് 20,000-ൽ നിന്ന് 22,000-ആയി, ആസറ്റ്സും 20,000-ൽ നിന്ന് 22,000-ആയി. കണ്ടോ, ലാഭം വന്നപ്പോൾ
സമവാക്യത്തിന്റെ രണ്ട് വശങ്ങളും ഒരുപോലെ വർദ്ധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരാം. ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് JAIIB പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്? ഈ 4 പോയിന്റുകളും മറക്കരുത്. 1. ബാലൻസ് ഷീറ്റ് ഓൾവേസ് ബാലൻസസ്. എന്ത് ഇടപാട് നടന്നാലും ആസ്തികളും ബാധ്യതകളും ടാലിയായിരിക്കും. 2. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഓരോ ഇടപാടിനും തുല്യമായ 2 വശങ്ങളുണ്ട്. 3. ബിസിനസ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. ബിസിനസ്സും അതിന്റെ ഉടമയും 2 വ്യത്യസ്ത വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഉടമയുടെ കാശ് പോലും ബിസിനസ്സിനൊരു ബാധ്യതയാവുന്നത്. 4. ഏറ്റവും പ്രധാനം, പ്രോഫിറ്റ് ഇൻക്രീസസ് ബോത്ത് സൈഡ്സ്. ലാഭം വരുമ്പോൾ ആസ്തിയും ബാധ്യതയും ഒരുപോലെ വർദ്ധിക്കും. അവസാനമായി ഈ ഒരൊറ്റ ആശയം മനസ്സിൽ വെച്ചാൽ മതി. ഓർക്കുക, അസറ്റ്സ് കാണിക്കുന്നത് ഫണ്ട്സ് എങ്ങനെ ഉപയോഗിച്ചു എന്നാണ്. അതേസമയം ലയബിലിറ്റീസ് കാണിക്കുന്നത് ആ ഫണ്ട്സ് എവിടെ നിന്ന് വന്നു എന്നാണ്. ഇത് ഓർത്തുവെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല.